ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ദുബായ് അക്വേറിയമാണ് ദുബായ് മാളിലുള്ള അക്വേറിയം അണ്ടർ വാട്ടർ സൂ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇന്ത്യൻ പിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദുബായ് മാളിലാണ് കേട്ടോ. ദുബായ് മാള് ഇത് ഞാൻ മെട്രോയിൽ ഇറങ്ങിയിട്ട് മെട്രോയിൽ നിന്ന് നേരെ നമുക്ക് അതുവഴി ഒരു 3 to 4 കിലോമീറ്റേഴ്സോളം നടക്കാനുണ്ടെന്ന് തോന്നുന്നു. കുറേ നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ ദുബായ് മാളിനകത്ത് വരുമ്പോൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് വരുന്നത്. ആ ടോപ്പ് ഫ്ലോറിൽ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അക്വേറിയം ഉണ്ടാവും. അത് ഒരു സൈഡ് ഫുൾ അക്വേറിയം സെറ്റാണ്. ഒരു സൈഡിലോട്ടാണ് ഷോപ്സൊക്കെ ഉള്ളത്. ഇതുവഴി നടന്നു പോകുമ്പോൾ ഒരു വലിയ സ്ക്രീൻ ഉണ്ടല്ലോ, ആ സ്ക്രീൻ നടന്ന് മുമ്പോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു എമിറേറ്റ്സ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഈ ഫ്ലൈറ്റ് എക്സ്പീരിയൻസും ഒക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു A380 എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റിലുള്ള എക്സ്പീരിയൻസ്. ഇവിടെ സൈഡിൽ ചെറിയ സ്ക്രീൻസൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ മിന്നി മറയുന്നു. ഇതുവഴിയാണ് നമ്മൾ അക്വേറിയത്തിനകത്തോട്ട് കയറുന്നത്. അണ്ടർ വാട്ടർ സൂ ഉണ്ട്, അത് ഏറ്റവും താഴെയാണ് ഉള്ളത്. നമ്മൾ താഴെയും മുകളിലും എവിടെയെങ്കിലും ഒക്കെ ചെന്ന് കയറാൻ പറ്റും. പക്ഷേ ഒന്ന് കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് വേണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കയറാനായിട്ടൊക്കെ കേട്ടോ. ഇവിടെ ആളുകളൊക്കെ അകത്തിരിക്കുന്നുണ്ട്. ഇവിടെ അറൗണ്ട് 200+ AED ആണ് പ്രൈസ് വരുന്നത്. പുറത്ത് ഇതുപോലെ സ്ക്രീനുകളൊക്കെ വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനുകളൊക്കെ നമ്മൾ കണ്ട് ഷാർക്കിൻ്റെയൊക്കെ പടങ്ങളാണ്. ഇതിനകത്തിലുള്ള ഷാർക്ക് തന്നെയാണ് കേട്ടോ. അണ്ടർ വാട്ടർ സൂയിലോട്ട് കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഇവിടുന്ന് നമുക്ക് ആ എടുത്തിരിക്കുന്ന ടിക്കറ്റ് കൊടുക്കണം. ടിക്കറ്റ് കൊടുക്കുമ്പം ഇവിടെ പെൻഗ്വിൻ്റെ ഒരു ഏരിയയും കൂടി ഉണ്ട്. ആ പെൻഗ്വിൻ ഏരിയയിലൊക്കെ ചെന്ന് കയറാനൊക്കെ പറ്റും. അവിടെ ചെന്ന് പെൻഗ്വിൻസിനെ കാണാനൊക്കെ പറ്റും. ഇവിടെ ഡൈവിങ് ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇവിടെ ഒരു ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക് ബോർഡാണ്. ആ ഇലക്ട്രോണിക് ബോർഡിൽ നമുക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏത് ടൈപ്പ് ഓഫ് ഷാർക്കുകളെ പറ്റി പഠിക്കാനും നമ്മൾ എന്താണ് അറിയാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. ദുബായ് മാൾ എന്ന ആശയം പിറന്നത് MR പ്രോപ്പർട്ടീസ് എന്ന ഡെവലപ്പർ കമ്പനിയുടെ നേതൃത്വത്തിലാണ് കേട്ടോ. ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് 2004 തുറന്നത് പക്ഷേ 2008 ഉള്ളൂ. ഇത് സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗൺ ടൗൺ ദുബായിലാണ് വരുന്നത്. ഇതിൻ്റെ ലോകപ്രസിദ്ധമായ ഒരു അയൽവാസി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, ബുർജ് ഖലീഫ. ഇതാണ് ഞാൻ ആദ്യം കയറിയപ്പോൾ തന്നെ പറഞ്ഞത്, അവിടെ സ്ക്രീൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ സ്ക്രീനിൽ ഞാൻ ബുൾ ഷാർക്ക് എന്ന് പറഞ്ഞ് ജസ്റ്റ് ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് ക്ലിക്ക് ചെയ്തതാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ടോ, അതായത് എമംഗ് ദ മോസ്റ്റ് ഫീച്ചേർഡ് ഫിഷ് ആണെന്നും, പിന്നെ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഫാസ്റ്റ് സ്വിമ്മേഴ്സ് അല്ല ഈ ബുൾ ഷാർക്ക് എന്ന് പറയുന്ന ഷാർക്ക് ഇനത്തിൽപ്പെട്ട ജീവികളൊന്നും. അപ്പം ഫ്രഷ് വാട്ടറിലും മറൈൻ വാട്ടറിലും ഒക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനകത്തൊരു 6 ഷാർക്കിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്നും നോക്കാനായിട്ട് നിന്നില്ല, പതിയെ അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. ദുബായ് മാൾ വെറും ഒരു ഷോപ്പിംഗ് മാൾ മാത്രമല്ലായിരുന്നു കേട്ടോ. എൻ്റർടൈൻമെൻറ്റ് ഹബ്ബ്, ലൈഫ് സ്റ്റൈൽ ഡെസ്റ്റിനേഷൻ, ടൂറിസ്റ്റ് ലാൻഡ്മാർക്ക്, ഇതെല്ലാം കൂടി ഉള്ളതാണ്. കയറുമ്പോൾ തന്നെ അണ്ടർ വാട്ടർ സൂ നമുക്ക് കാണാൻ കഴിയും. പെൻഗ്വിൻ സൂ ഉണ്ട് ഇതിനകത്തിൽ. പിന്നെ ഇതിനകത്തിൽ നൈറ്റ് മെയർ ആനിമൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ തന്നെയുണ്ട്. ഇതിൽ ലൈറ്റ് കുറവായതുകൊണ്ടാണോ അതോ ക്യാമറയിൽ എൻ്റെ ആ ഒരു ക്യാമറയിൽ ഇങ്ങനെ കിട്ടുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഫിഷിൻ്റെ ബോർഡുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നുണ്ട്. കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ഏത് മീനാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഡേറ്റയൊക്കെ അവിടെ കിട്ടുവാണ്. ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ അക്രിലിക് വ്യൂയിങ് പാനലുകളിൽ ഒന്നാണ് കേട്ടോ. 10 മില്യൺ ലിറ്റർ വെള്ളമാണ് ഇതിൽ ഉള്ളത്. 140 അതിൽ കൂടുതൽ ജലജീവികൾ ഇതിനകത്തിലുണ്ട്. ഈ അക്വേറിയം രൂപകൽപ്പന ചെയ്തത് ടൂറിസത്തിനൊപ്പം ചെയ്തതാണ്, പിന്നെ വിദ്യാഭ്യാസത്തിനും കൂടെ, പിന്നെ പരിസ്ഥിതി അവബോധനത്തിനും വേണ്ടിയും കൂടെ ചെയ്തതാണ്. ഈ അക്വേറിയത്തിനകത്തിലുള്ള ജീവജാലങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഓരോ ഫിഷിനെയൊന്നും എടുത്ത് പറയുന്നില്ല. പക്ഷേ ഇതിനകത്തിലുള്ളത് സാൻഡ് ടൈഗർ ഷാർക്കുണ്ട്, സ്ട്രിംഗ് റേസ് ഉണ്ട്, ജയൻറ്റ് ക്രോക്കഡൈൽ ഉണ്ട്, അതിനെ കിങ് ക്രോക്ക് എന്ന് പറയും, പിന്നെ പെൻഗ്വിൻസ്, ഓട്ടേഴ്സ് ഉണ്ട്, ജെല്ലി ഫിഷ് ഉണ്ട്. അണ്ടർ വാട്ടർ ടണലിൽ 270 ഡിഗ്രി കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. കടലിനടിയിൽ നടക്കുന്നത് പോലെ തന്നെയുള്ളൊരു അനുഭവമാണ് ഇവിടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക്
ഒരു ലൈവ് ഇതിൽ കാണാം. ഞാൻ പറഞ്ഞില്ല ഓട്ടറിൻ്റെ ഒരു ഇത് പറഞ്ഞു, ഇതിനകത്തിൻ്റെ ഒരു 3-4 ഉണ്ട് കേട്ടോ. എല്ലാ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുകയാണെന്ന് തോന്നുന്നു. എന്നാൽ ഇതിനാ ഒരു തണുപ്പും മനുഷ്യന് ഒരു AC ഫീലും ഉണ്ട്, എന്നാൽ ചൂടും ഇല്ല താനും. എന്നാൽ ആ മൃഗങ്ങൾക്ക് വേണ്ട, അല്ലെ ഫിഷിന് വേണ്ട തലത്തിലുള്ള ടെമ്പറേച്ചേഴ്സൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ചാണ്. ജയൻറ്റ് ഗൗരാമയാണ്, ജയൻറ്റ് ഗൗരാമയാണ് ഇതിനകത്തുള്ളത്. വലിയ വലിയ മീനുകളാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊക്കെ ഞാൻ അക്വേറിയങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് ഒരു വീട്ടിൽ ഞാൻ മാത്രമേ ഇവിടെ കണ്ടിട്ടുള്ളൂ ഈ ജയൻറ്റ് ഗൗരാമയൊക്കെ. അതുപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ ദുബായ് ടൂറിസത്തിൻ്റെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന ഈ അക്വേറിയം എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇതിനകത്തുണ്ട്. ഗ്ലോബൽ ബ്രാൻഡുകളുടെ പ്ലാറ്റ്ഫോമുണ്ട്. UAEയുടെ സാമ്പത്തിക വളർച്ച ഇതിൽ കൂടെ കണക്കാക്കുന്നു. ഇതൊരു വലിയ ലോങ് വീഡിയോ ആണ്, അതുകൊണ്ട് എത്രത്തോളം ആളുകൾ ഇത് കാണുമെന്നൊന്നും അറിയില്ല. പക്ഷേ എന്നിരുന്നാലും ഇത് ഒറ്റൊരു വീഡിയോ ആക്കി ഞാൻ എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അക്സോലോട്ട് അതെന്ത് മീനാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇതുവഴിയൊക്കെ നടന്നു പോകുമ്പോൾ കുറേ ആളുകൾ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ വെട്ടങ്ങളിലാണ് നമുക്ക് ഇവരെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഇതുപോലെ ബോർഡുകൾ വെച്ചിട്ടുണ്ടെന്നുണ്ടോ, അതിനകത്തിൽ ഇത് റെഡ് ടെയിൽ ഫിഷോ അങ്ങനെയൊക്കെ കുറേ പേരുകളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മീൻ ഉണ്ട് കേട്ടോ അകത്ത്. എനിക്കൊന്നും ഇത് നോക്കി നിൽക്കുക, എന്തിനാ നോക്കി നിൽക്കുന്നതെന്ന് അറിയാം. ഞാൻ പലപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ചിന്തകളാണ്, ഈ മീനൊക്കെ എങ്ങനെയാണ് ഈ വെള്ളത്തിനടിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. മീൻസ് ഇങ്ങനെ നീന്തി നിൽക്കാതെ ഒരേ പ്ലേസിൽ അങ്ങനെ നിൽക്കില്ലേ. അതൊക്കെ ഓരോരോ ദൈവത്തിൻ്റെ ഡിസൈനുകൾ എന്ന് പറയാം. ഇതിനൊരു പേര് പറയുമല്ലോ, ആ എന്ത് പേരുകളാണെന്ന് എനിക്കറിയില്ല. ഇത് സെറ്റ് ചെയ്യുന്ന കേട്ടോ, ഇതുപോലെ സൈഡിൽ മണ്ണൊക്കെ പുല്ലൊക്കെ വെച്ച് ചെടികളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന. അതിൻ്റെ പേര് എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. അത് എന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ റീസെൻ്റ്ലി അതുപോലൊരു ഡിസൈൻ ഇവിടെ ദുബായിൽ ഒരാൾ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടും ഒക്കെ ആയിട്ട്. അത് അദ്ദേഹത്തിൻ്റെ സൈഡ് വർക്കായിട്ട് ചെയ്യുന്നതാണ്. ഇത് ഇവിടെ മീനുകളുടെ പേരുകളൊന്നും അങ്ങനെ പലയിടത്തും എഴുതി വെച്ചിട്ടില്ല. ഗ്ലാസ്സേ തൊടരുത് എന്നൊക്കെ ഉള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഇത് അകത്തോട്ട് പോകുമ്പം എനിക്കൊന്ന് ഈ വെട്ടം മുകളിൽ നിന്ന് വരുന്ന ആ ഒരു ചെറിയ വെട്ടം മാത്രമാണ്, അല്ലാതെ വേറെ ഡിസ്റ്റർബൻസ് ആകുന്ന രീതിക്കൊന്നും അന്നില്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വെള്ളമൊന്നും അങ്ങനെ പെട്ടെന്ന് മാറ്റുന്നതുമല്ല, ഓട്ടോമാറ്റിക്കലി ഫിൽട്ടറായി വരുന്നതാണെന്ന് ഉള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അല്ല പിന്നെ എവിടെ പോയി മാറാനല്ലേ ഈ വെള്ളമൊക്കെ വരും. എല്ലായിടത്തും ഇതുപോലുള്ള ആ ഒരു ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പച്ചപ്പ് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു നാച്ചുറൽ ഫീൽ കൊടുക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സ്പേസും അവർ വെറുതെ വിട്ടിട്ടില്ല. എല്ലായിടത്തും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് തലത്തിലുള്ള മീനുകളെ അവർ നിറച്ചിട്ടുണ്ട്. കാഴ്ച വിസ്മയം ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ഫ്ലാഷ് ഒന്നും അടിക്കരുതെന്ന് പറയുന്നുണ്ട്. അതാണ്, അല്ല പിന്നെ ഞാനൊരു 2 ഫോട്ടോയൊക്കെ എടുത്ത് ഫ്ലാഷൊക്കെ ഇട്ട് അടിച്ചേന്. ഇവിടെ ഫ്ലാഷ് ഇടരുതെന്ന് നിയമമുണ്ട്. നമ്മൾ മറ്റൊരു രാജ്യത്ത് വന്നിട്ട് അവർ നിയമം തെറ്റിക്കുന്ന ശരിയായൊരു കാര്യമല്ലല്ലോ. ഇവിടെ വീൽ ചെയറുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെ നടക്കാൻ വയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കാഴ്ച കാണാനായിട്ട് അങ്ങനെ വീൽ ചെയറുകളൊക്കെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീൽ ചെയറുകൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്യാം. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള രീതിയിലാണ് ഇവിടുത്തെ എല്ലാ ആളുകളും എല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് മീശപ്പാപ്പച്ചനാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പേരുകളൊക്കെ നിങ്ങൾക്കറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് എന്ത് ടൈപ്പ് ഓഫ് മീനുകളാണ്. ഇത് എനിക്ക് ഭയങ്കര ആകർഷണം തോന്നുന്നതായിരുന്നു. കാരണം ഇതൊക്കെ എങ്ങനെയാണ് ഫുഡ് കഴിക്കുക, ഓരോരോ കലാപരിപാടികൾ, കലാവിരുദ്ധങ്ങൾ ഒറ്റ വാക്കിൽ ഇതൊക്കെ നിർമ്മിതമായി എന്നൊക്കെ കേൾക്കുമ്പോൾ കുറേ ആളുകളുണ്ട് ഇവിടെ. അതായത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ചെറിയ നല്ല കളർഫുള്ളായുള്ള മീനുകളെ കാണാം. ഇതുണ്ട് സീബ്ര പോലത്തെ മീനുകൾ. നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അവിടെ മണ്ണിനകത്ത് പരുതുന്ന 2 കള്ളന്മാരെ കാണാൻ കഴിയും. മീൻ മണ്ണിലേക്ക് കുത്തിയിറങ്ങി നിൽക്കുന്ന പോലെ തോന്നും. എന്തോ കുഴി കുഴിക്കാൻ വന്നമാരെ പോലെ. അതിനകത്തിലെന്തോ കൃഷി ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ
ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞില്ലേ, കളർഫുൾ മീനുകൾ. ഇതിനകത്തിൽ നല്ല രസമുണ്ട്, നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മുകളിൽ ആരും എത്തി നോക്കാതോ അല്ലെങ്കിൽ അതിനെ തൊടാതോ ഇരിക്കാനൊക്കെ ആയിട്ട് മുകളിലും ഗ്ലാസ് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എയർ പാസിങ്ങും ഇതിൻ്റെ ഫിൽട്രേഷനൊക്കെ. ഇതൊരു ആമയാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു കല്ലേ കൊത്തി വെച്ചിരിക്കുകയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അതൊരു ആമയാണ്. അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ തല കാണാനായിട്ട് പറ്റുന്നില്ല. തല അകത്തോട്ട് കയറി കിടക്കുവാണോ അതോ ഇതാണോ? അല്ല, അത് കൈയാണ്, ഫ്രണ്ടിലത്തെ തല അകത്തോട്ട് കയറ്റി വെച്ചിരിക്കണം. പരന്നിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതാ. എന്ത് ടൈപ്പ് ഓഫ് ആമയാണെന്ന് എനിക്കതറിയില്ല. അതിൻ്റെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ പറ്റുമായിരുന്നു. അതങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് നല്ല അടിപൊളി മീനുകൾ ഇവിടെ വെച്ചിരിക്കുന്നു. എല്ലാത്തിൻ്റെയും അടുത്തടുത്തുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പാട്ട പോലെ സെറ്റ് ചെയ്തിരിക്കും. ഇവിടുന്ന് ലെഫ്റ്റ് അതാ ഇതിനകത്തിൽ ആമ. ഇതിനകത്തിൽ എനിക്ക് തോന്നുന്നു 1 2 ഒരു 3 4 ആമയുണ്ട്, മീനും ഉണ്ട്. ഈ ആമകൾ ഈ മീനിനെ തിന്നത്തില്ലേ? ദുബായ് മാളിൻ്റെ ഡിസൈൻ ഘട്ടത്തിൽ ഒരു വ്യത്യസ്ത ചിന്ത ഉണർന്നിട്ടാണ് ഇതുപോലൊരു അക്വേറിയം രൂപപ്പെടുന്നത്. ലോകത്തിൽ എവിടെയും കാണാത്തൊരു ഇൻഡോർ അക്വേറിയം മാളിൻ്റെ ഹൃദയത്തിൽ സ്ഥാപിക്കാമോ? അതായിരുന്നു ദുബായ് അക്വേറിയം എന്ന ആശയത്തിൻ്റെ ജനനം എന്ന് വേണമെങ്കിൽ പറയാം. ഈ പദ്ധതി നടപ്പാക്കിയത് MR പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ബിൽഡേഴ്സാണ്. 2004 നിർമ്മാണം ആരംഭിച്ചിട്ട് 2008 ഇത് ഓപ്പൺ ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അപ്പം 10 ലിറ്റർ അല്ലെങ്കിൽ 10 ലിറ്റർ അല്ല 10 മില്യൺ ലിറ്റർ വെള്ളം ഒരു ഷോപ്പിംഗ് മാളിൻ്റെ നടുവിൽ കൊണ്ടുവരികയും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഹ്യൂജ് പ്രോജക്റ്റ് ചിന്ത തന്നെ ആയിരുന്നിരിക്കാം. ലോകത്തിലെ ഏറ്റവും ശക്തമായ അക്രിലിക് വ്യൂയിങ് പാനലും 75 സെൻറ്റിമീറ്റർ ഘനമുള്ളതും 1000കണക്കിന് ടൺ ജലമർദ്ദം താങ്ങാനുള്ള കഴിവുള്ളതും. ഇത് ശരിക്കും പറഞ്ഞാൽ വെറും ഒരു കെട്ടിടമല്ലായിരുന്നു, ഒരു എൻജിനീയറിങ് മിറാക്കിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് നമ്മൾ തുടക്കം മുതൽ ഇതുവരെയും കണ്ട കാഴ്ച എന്ന് വേണമെങ്കിൽ പറയുന്നത്. ഇതിനകത്തിൽ അക്വേറിയം ടാങ്കിൽ ഇതിനകത്തിലെ സാങ്കേതിക വിശദാംശങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 10 മില്യൺ ലിറ്റർ വെള്ളമാണ്. 140 പരം അതിൽ മുകളിൽ ജലജീവികൾ ഇതിനകത്തിൽ പല ഇനങ്ങളിലായിട്ടുണ്ട്. 300 അല്ല 300 കൂടുതൽ ഷാർക്ക് ആൻഡ് റേ ഫിഷുകളൊക്കെ ഇതിനകത്തിലുണ്ട്. ടാങ്കിൻ്റെ ഡിസൈൻ ചെയ്യുന്ന ആഫ്രിക്കൻ കടൽ, ഏഷ്യൻ റീഫ്, ഓസ്ട്രേലിയൻ സമുദ്ര മേഖലയിലുള്ള ഒരു രീതിയിലാണ് അല്ലെങ്കിൽ എന്നിവയെ അനുകരിച്ചിട്ടാണ് ഈ ഡിസൈനായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തിലെ ദുബായ് അക്വേറിയത്തിൻ്റെ പ്രധാന താരങ്ങൾ എന്നൊക്കെ പറയാനായിട്ട് സാൻഡ് ടൈഗർ ഷാർക്കുകളാണ്. ഇവ ഭീകര രൂപമുണ്ടെങ്കിലും മനുഷ്യർക്ക് വളരെ കുറച്ച് അപകടം സൃഷ്ടിക്കുന്നതായിട്ടുള്ള മീനുകളാണ്. പിന്നെ ജയൻറ്റ് ഗ്രൂപ്പേഴ്സ്, സ്ട്രിംഗ് റേസ്, പിന്നെ 1000 ഈ ട്രോപ്പിക്കൽ ഫിഷ് തരത്തിലുള്ള 1000 മുകളിലുള്ള ജീവികൾ, മീനുകൾ ഇതിനകത്തിലുണ്ട്. ഓരോ ജീവിക്കും വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ഇവിടെ അവർ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ഇടുന്നത്. കാരണം ഇട്ടതിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയൊരു നഷ്ടം തന്നെയാണല്ലോ. അതുകൊണ്ടാണ് 48 മീറ്റർ നീളമുള്ള അണ്ടർ വാട്ടർ ടണലാണ് ഇവിടെ വരുന്നത്. അത് തന്നെ ഇതിനോട് ചേർന്ന് തന്നെ കാണിക്കാം. നമ്മുടെ സ്രാവുകളൊക്കെ തലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ നീന്തി പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. റേകൾക്ക് ചുറ്റും 270 ഡിഗ്രി കാഴ്ച വിസ്മയം ഒരുക്കുന്ന ഒന്നാണ്. ഒരു നിമിഷം പോലും ശ്വാസം മറയ്ക്കുന്നൊരു അനുഭവം ഇവിടെ നമുക്ക് ഉണ്ടാവില്ല. ഇത് വെറും ഒരു കാഴ്ചയിൽ ഒരു ഇമ്മൻസീവ് എക്സ്പീരിയൻസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 2010 തുറന്ന അണ്ടർ വാട്ടർ സൂ ആക്ച്വലി 3 തീമുകൾ രീതിയിലാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് റെയിൻ ഫോറസ്റ്റ്, റോക്കി ഷോർ, ലിവിങ് ഓഷ്യൻ എന്നുള്ള രീതിയിലാണ്. ഇതിൻ്റെ പ്രധാന ആകർഷണം പറയുന്നത് കിങ് ക്രോക്ക് അല്ലെങ്കിൽ ഭീമൻ മുതല എന്നൊന്ന് ഉണ്ട് ഇതിനകത്തിൽ. അത് താഴേക്ക് ഞാൻ വരുമ്പം കാണിക്കാം. പിന്നെ പെൻഗ്വിൻസ് ഉണ്ട്, ഓട്ടേഴ്സ് ഉണ്ട്, ജെല്ലി ഫിഷുകളുണ്ട്. ഒരു ലിവിങ് മ്യൂസിയം എന്ന് വേണമെങ്കിൽ പറയുന്ന തലത്തിലാണ്. പിന്നെ സ്നേക്കുകളുണ്ട്. ഇത് ഇലക്ട്രിക് ഫിഷാണ്, ഇലക്ട്രിക് വീൽ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ അറിയുമ്പോൾ നാം അതിനെ സംരക്ഷിക്കും എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പ്രോഗ്രാമുകൾ പോലെയൊക്കെ ഇത് കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒരു മറൈൻ കൺസർവേഷൻ അവെയർനെസ് പോലെയും ഷാർക്ക് പ്രൊട്ടക്ഷൻ ഇനീഷ്യേറ്റീവ്സ് പോലെയുള്ള പദ്ധതികളൊക്കെയാണ് ഈ ദുബായ് അക്വേറിയം പോലെയുള്ള സംരംഭങ്ങൾ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്.
ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന ഒരു ഇൻഡോർ അക്വേറിയങ്ങളിൽ ഒന്നാണ് ഇത്. ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും, പല ടൈപ്പ് ഓഫ് ഫിഷുകളും ഷാർക്കുകളും വളരെ റെയർ ഫിഷുകളും പിന്നെ പുൽപ്പറ്റുകൾ എന്നൊക്കെ പറയില്ലേ, പവിഴപ്പുറ്റുകൾ, പുൽപ്പറ്റുകളല്ല പവിഴപ്പുറ്റുകളൊക്കെ ഇതിനകത്തുണ്ട്. ദുബായ് ടൂറിസത്തിൻ്റെ ബാക്ക് ബോണാണ് കേട്ടോ ഇത്. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇതിനകത്ത് തന്നെയുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് കാണാൻ കഴിയില്ല, എന്നാലും ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഇത് ദുബായുടെ വിഷൻ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവ് കൂടിയാണ് ഈ അക്വേറിയം എന്ന് പറയുന്നത്. ഈ അക്വേറിയം കാണാൻ തന്നെ അത് മാത്രമായിട്ട് ആളുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പറഞ്ഞൊരു ഏറ്റവും വലിയ ദർശനത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്ലാൻ അവർ തിങ്ക് ചെയ്തതിൻ്റെ ഭാഗമാണ്. പിന്നെ അതിൻ്റെ സേഫ്റ്റി അത്രത്തോളം നോക്കിയിട്ട് തന്നെയാണ്. ഞാൻ അവിടുന്ന് നേരെ തിരിച്ച് ഇപ്പുറത്തോട്ട് വന്നു, കാരണം പെൻഗ്വിൻ്റെ ഒരു ഏരിയയിലേക്ക് പോകണമായിരുന്നു. ഞാൻ അങ്ങനെ നടന്ന് നേരെ ആ ഷാർക്കിൻ്റെ ഏരിയയിലേക്ക് പോയതാണ്. അങ്ങോട്ട് ആ റൈറ്റ് സൈഡിലേക്ക് തിരിയുകയാണെന്നുണ്ടെങ്കിൽ ക്രോക്കഡൈൽ കിങ്ഡം അണ്ടർ വാട്ടർ സൂവിലേക്ക് പോകുന്ന വഴിയിലേക്കാണ് പോകുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴും ഫിഷുകളൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ നല്ല കളർഫുൾ മീനുകളെയൊക്കെ അവിടെ ഒരുക്കിയിരിക്കുന്നു. ഇത് കണ്ടോ, താഴെ കൂടെ എനിക്ക് തോന്നുന്നു ഈ ബോട്ടിൽ എങ്ങനെ പോകാമെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു. നമുക്ക് ഇതുവഴി പോയിട്ട് ആ വെള്ളത്തിൽ കൂടെ പോയിട്ട് മീനുകളെയൊക്കെ നേരിട്ട് കാണാനുള്ളൊരു അവസരം അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇവിടെ പെൻഗ്വിൻ്റെ ഏരിയ ആണ്. പെൻഗ്വിൻ്റെ ഏരിയയിൽ ആളുകളൊക്കെ ഇങ്ങനെ ഓരോ രീതിയിൽ വന്ന് നോക്കുന്നു. ഇവിടെ നിന്ന് സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പെൻഗ്വിൻ്റെ ഓരോ പേരുകൾ, കിങ് പെൻഗ്വിൻ, എംപറർ, അങ്ങനെ കുറേ പെൻഗ്വിൻ്റെ ഓരോ ടൈപ്പ് ഓഫ് ഏതൊക്കെ ടൈപ്പ് ഓഫ് പെൻഗ്വിൻസ് ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിനെയും ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ അവിടെ പെൻഗ്വിൻ്റെ സെഷനും മീനിൻ്റെ ഫിഷിൻ്റെയൊക്കെ സെഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുന്ന് ഷാർക്കിനെ ഒന്നും കാണാൻ പറ്റിയില്ല. ഷാർക്കിനെ എനിക്കൊന്നും അണ്ടർ വാട്ടർ സൂയിലാണ് കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. പക്ഷേ വേർത്താണ് കേട്ടോ നമ്മൾ ഈ എടുക്കുന്നത്, ടിക്കറ്റ് എടുത്ത് കയറുക എന്ന് പറയുന്നത്. നേരത്തെയൊക്കെ വളരെ കുറവായിരുന്നു, ഇപ്പം കൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുന്ന് കയറി ചെല്ലുമ്പോൾ ഇവിടെ നമുക്ക് ഒരു റിഫ്രഷ്മെൻറ്റ് ഏരിയ ഉണ്ട്. പിന്നെ കുറച്ച് പാവകളെയൊക്കെ അകത്ത് സെല്ല് ചെയ്യുന്നു. അതായത് ഈ ടോട്ടോയ്സും മക്കാവും ഒക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് പോയി നോക്കാം അവിടെ എന്താ ഉള്ളതെന്ന്. അതുപോലെ സൈഡിൽ ട്രീയെ പറ്റി, ഗഫ് ട്രീ അങ്ങനെയുള്ള അതൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്ന് സ്നേക്കിൻ്റെ ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതകത്ത് സ്നേക്ക് ഉണ്ട്. പക്ഷേ സ്നേക്കിനെ ഒന്നും നമുക്ക് അത്രയ്ക്ക് കാണാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് മൂവ് ചെയ്യുക കേട്ടോ. ഇവിടെ വന്ന് കയറിയത് കൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നതല്ലാതെ വേറെ ഒന്നും ഞാൻ അതിനകത്തിലായിട്ട് കൂടുതലൊന്നും നോക്കുന്നില്ല. ഇതിനകത്തിലെല്ലാം സ്നേഹിക്കുകയാണെന്ന് തോന്നുന്നു. അതോ വേറെ എന്തെങ്കിലും ആണ്. ഇതിനകത്തിൽ ഞാനൊന്നും കാണുന്നില്ല കേട്ടോ. മേ ബി ഇതിനോട് ചേർന്നിട്ട് വല്ലതും കിടപ്പുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ തീറ്റ കൊടുക്കുന്നതെന്ന് അറിയില്ല, എന്തോ ആയിരിക്കും. ഇവിടെ ഒരു ഡ്രാഗൺ അതായത് ബ്രീഡഡ് ഡ്രാഗൺ എന്നുള്ള രീതിയിലൊരു ഇനത്തിൽപ്പെട്ടൊരു അതിന് എന്താ പറയുന്നതെന്നറിയില്ല. ബട്ട് അതിനെ ഇതുപോലെ കൂട്ടിലിട്ട് ഇവിടെ സെറ്റാക്കിയിരിക്കുന്നു. അതിന് ഉള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യാനുള്ള മരങ്ങളും ഒക്കെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ഷീണിതനായിട്ട് കിടക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ പറയത്തക്കതായിട്ടുള്ള ഈ മുകളിലേക്ക് ഈ ഒരു സെഷനിലോട്ട് വരുമ്പം പറയത്തക്കതായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനപ്പുറത്ത് വേറൊന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു മക്കാവോയുടെ ഒരെണ്ണം കിടപ്പുണ്ട്. ഞാനൊരു ചെറിയ ഫോട്ടോ കാച്ചി ആർക്കെങ്കിലും അയച്ചു കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ 2-3 ഫോട്ടോയൊക്കെ എടുത്തു. പക്ഷേ വലിയ ലൈറ്റൊന്നും ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. ഇതിനകത്തിൽ കാണാമോ എന്നറിയത്തില്ല. ഇതിനകത്തിൽ നമ്മൾ റെഡ്, ഒരു ഗ്രീൻ, ഒരു യെല്ലോ ടൈപ്പൊക്കെ ആയിട്ടുള്ള മക്കാവോ വെറൈറ്റി ബ്രീഡാണ്. അപ്പം അത് ഇതിനകത്തിൽ 2 എണ്ണം ഉണ്ട്.
ഈ ഒരു കിളികൾക്കൊക്കെ അവിടെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. 2 കിടന്ന് ഉറങ്ങുന്നുണ്ടോ ഇതിനകത്തിലെ. അവർക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവർ അതിനകത്തിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫെററ്റ്സ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പം അത് 2 പേര് കൊട്ടയ്ക്കകത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. പുല്ലൊക്കെ കച്ചിയൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തിലൊരു പാമ്പുണ്ട്. ഞാനതിനെ പെട്ടെന്ന് കാണിച്ചങ്ങ് കൊണ്ടുപോകാം. ഇതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറുന്നത്? എനിക്കൊന്ന് റെസ്റ്റ് എടുക്കുവാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത് ആ പുല്ലിനകത്തിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കയറി കിടന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കാൻ വരുന്നതിന് എല്ലാം അറിയുമോ? ഇല്ല, എനിക്ക് തോന്നുന്നു മുകളിൽ നിന്നാണെന്ന് തോന്നുന്നു കേട്ടോ ഫുഡ് ഇട്ട് കൊടുക്കുന്നത്. നെറ്റ് കയറാതിരിക്കാൻ വേണ്ടിയുള്ള നെറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തിൽ അങ്ങനെ ആ മേളിൽ നിന്ന് ഫുഡ് എടുത്ത് കൊടുക്കുന്നത്. ഇത് പൈത്തണാണ് കേട്ടോ. ഞാൻ കയറിയപ്പോൾ തന്നെ വിചാരിച്ചില്ല പുറത്ത് എന്തോ വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അതൊരു ഗാഫ് ട്രീ. ഇതിനകത്ത് വെച്ചിരിക്കുന്ന ട്രീയും മൈഗ്രേറ്ററി ബേർഡ്സ്, പിന്നെ അറേബ്യൻ ഒറിക്സ്, അതിൻ്റെയൊക്കെ ഒരു ചെറിയ വിവരണം അറബിക്കിലും ഇംഗ്ലീഷിലും കൊടുത്തിരിക്കുന്നു. പിന്നെ ലൈഫ് ഇൻ ദ ഡെസേർട്ട് എങ്ങനെയാണ്, അത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു ആരോ മാർക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി വീണ്ടും ആ ടോയ്സിൻ്റെ ഒക്കെ ഏരിയയിലേക്ക് വന്നു. അവിടെ ഇവിടെ ക്രോക്കഡൈലും ഒക്കെ ഉണ്ട് കേട്ടോ, പാമ്പും എല്ലാത്തിൻ്റെയും വൈഡ് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. താഴേക്ക് ഇതുപോലെ ഒന്ന് നടന്നു പോകുമ്പോൾ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും ഒരു വലിയ ക്രോക്കഡൈലിനെയൊക്കെ വരച്ച് അതിൽ കുത്തി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് താഴെ മീനുകളുണ്ട്. ആ ലൈറ്റിലൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കേട്ടോ. എന്തായാലേ കാഴ്ച. ഇത് ഒരു വട്ടമെങ്കിലും കാണണമെന്ന് ആഗ്രഹമുള്ളവർ കാണണം കേട്ടോ. അങ്ങനെ കാണാതിരിക്കില്ല. ഞാനിങ്ങനെ എൻ്റെ വൈഫിനെയും കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ഇതുപോലെ കൊണ്ട് കാണിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുന്നു. ഇത് ക്രോക്കഡൈലിൻ്റെയൊക്കെ തലയോട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഗ്ലാസ് ഉണ്ട്. വളരെ പേടിച്ച് വേണം ഗ്ലാസ്സിൽ വയ്ക്കാൻ. ഈ ഗ്ലാസ് എങ്ങാനും പൊട്ടി താഴെ പോകേണ്ടി വന്നാൽ ആ ഗ്ലാസിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുന്നതിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് വെട്ടി പൊളക്കും. താഴെ ഒരു അപാര അടാറൈറ്റം കിടപ്പുണ്ട്. ഞാൻ മേളിൽ നിന്ന് ഗ്ലാസ്സിൽ ചവിട്ടിയൊക്കെ ആ സൈഡിൽ കൂടെ കയറി നിന്ന് നോക്കിയപ്പോൾ താഴെ ഒരെണ്ണം കിടപ്പുണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചു ആ ഒറ്റ ക്രോക്കഡൈലേ കാണത്തുള്ളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ താഴോട്ട് പിന്നെയും നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു അടാറൈറ്റ് ഇപ്പുറത്തൊരെണ്ണം കിടപ്പുണ്ട് എന്നുള്ളത്. എങ്ങനെയല്ലേ ഈ മരത്തടി അല്ലെങ്കിൽ ഈ കഷ്ണത്തിൻ്റെ ഇടയ്ക്കൂടെ എങ്ങനെ അവിടെ കയറി കിടക്കുന്നു എന്ന് ഞാൻ ആദ്യം പിന്നെ ഒന്ന് സംശയിച്ചു. അത് ക്രോക്കഡൈൽ ശരിക്കുള്ളതല്ല, ജസ്റ്റ് എന്തെങ്കിലും പണിത് ഒരു ഇത് വെച്ചിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ വന്ന് കിടക്കുമൊക്കെ. ഇതാണ് കേട്ടോ തലയൂട്ടി വെച്ചിരിക്കുന്നത്. ഇത് മറ്റുള്ളവർക്ക് ഒരു കാണാനും കാഴ്ച വസ്തു ഇതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. എന്താ ഡിസൈനല്ലേ, നല്ല പടച്ചട്ട് പോലെ ഇരിക്കുന്നത്. നമുക്കിനി ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി നോക്കാം. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ താഴെയുള്ള പൂർണ്ണരൂപം എന്നുള്ളത്. ഇവിടെയൊക്കെ ഓരോ ഡിസൈനിലും സൈഡിലിങ്ങനെ റിട്ടൺ ലെറ്ററിൽ പിക്ചേഴ്സിലായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആവാസ വ്യവസ്ഥ കറക്റ്റാക്കാനാന്ന് തോന്നുന്നു. കാടും ചെടിയും എന്ന് വേണ്ട എല്ലാ രീതിയിലും നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഗ്ലാസ് നല്ല രീതിയിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ സെറ്റിരിക്കുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഫുള്ള് ഫിഷിൻ്റെ ഏരിയ ആണെങ്കിലും ലെഫ്റ്റ് സൈഡിലാണ് ഈ സാധനം കിടക്കുന്നത്. അടാറൈറ്റമാണ് കേട്ടോ. ഞാൻ താഴോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്നാ സൈസാണെന്നറിയോ. കിങ് ക്രോക്ക് എന്നാണ് അതിൻ്റെ പേര്. അതാണ് ഇതിനകത്തിൽ ഏറ്റവും വലിയ കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെയൊക്കെ നോക്കുന്നതിനെയൊക്കെ സമ്മതിക്കണം. ഫുഡ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിൽ കൊടുത്ത് വെള്ളം അഴുക്കാവാതിരിക്കാനുള്ള രീതിയിലൊക്കെ അതിന് അറേഞ്ച്മെൻറ്റ്സ് ഇതിനകത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടോ കിടപ്പ് കണ്ടോ, മീനും ഉണ്ട് അതിനകത്തിൽ. ഞാനതിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. മീനും ഉണ്ട് ആ മരത്തടി. ചിലപ്പോൾ ഈ വെള്ളത്തിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തോന്നുന്നതായിരിക്കും ആ മരത്തടി അങ്ങനെ ചേർന്ന് നിൽക്കുന്നത് പോലെ. അതിൻ്റെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കാനും തൊടാനും പിടിക്കാനും ഒക്കെ ആയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, എല്ലാവരും ഓടും. അതുപോലൊരു സൈസ് ഐറ്റം. ഇതെങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതെന്നുള്ളതാണ് എനിക്കത്. ഹിപ്പോപ്പൊട്ടാമസൊക്കെയാണ് ഇപ്പോൾ ആദ്യം തല മുകളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ കുത്തി നിൽക്കുമല്ലോ. ഞാനപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ എടുത്ത് മൊബൈലിലും എടുത്ത് പോയി എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്തില്ല. ഞാൻ കൂടുതലൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. കാരണം ഇതെങ്ങനെ നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല. ഉറങ്ങുവാണോ അതോ നിന്നെയൊക്കെ കൈ കിട്ടിയാൽ വെട്ടി കീറുമെന്നുള്ള ഇതാണോന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതൊരു ലെങ്ത് വീഡിയോ ആണ്. കാരണം ഒറ്റ വീഡിയോയിൽ തന്നെ ഞാനിത് കാണിച്ചങ്ങ് വിടാമെന്നുള്ള രീതിയിൽ വിചാരിച്ചതാണ്.
ഇത് എനിക്ക് തോന്നുന്നു ഗൗരാമീനാണ് കേട്ടോ. ആണ് ഗൗരമീനല്ലേ? ആണോ ഗൗരമീന? ഇതിനകത്ത് തന്നെ ഒരു 10-15 എണ്ണം ഉണ്ട് കേട്ടോ, വലിയത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു അക്വേറിയം സെറ്റ് ചെയ്ത് ഇതുപോലെ റെഡിയാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വെള്ളം മാറേണ്ടി വരും. എന്ത് ടെക്നോളജിയാണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ നല്ല രീതിയിൽ തന്നെയാണ് കാണാനും കാഴ്ചവിസ്മയം ഒരുക്കുന്ന ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അത് ഫുള്ള് ആ ടെമ്പറേച്ചറൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് ഇതിൻ്റെ ആളുകൾ ഇതുപോലെ അക്വേറിയം ചെയ്യുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമുക്കും ചെയ്തു തരും. ഓക്കെ. പക്ഷേ ആ ഒരു വൃക്ഷങ്ങളും ചെടികളും മണ്ണും ഒക്കെ മീനിന് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുഡ് കൊടുക്കുന്നത് പോലും എനിക്ക് തോന്നുന്നു അവർ വൃത്തിയാക്കുന്നുണ്ട് ഇതിനകത്തിൽ. ഓക്കെ. ഇത് ഗൗരമീൻ മാത്രമല്ല, വേറെ കുറേ മീനുകളും ഇതിനകത്തിൽ ഉണ്ട്, അപ്പുറത്തോട്ടും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ കുറേ കാഴ്ചകൾ ഞാൻ മിസ്സാക്കിയായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിട്ട് അതെന്താണെന്ന് കാണാൻ വേണ്ടി പോകുന്നൊരു പോക്കിലാണ് ഇതുപോലെ പവിഴപ്പുറ്റുകൾ നിറച്ചൊരു വലിയ ഒരു അക്വേറിയം ഞാൻ താഴെ കണ്ടത്. 10 മില്യൺ ലിറ്റർ വെള്ളം എന്ന് പറയുന്നതിന് അതിനപ്പുറമായിരിക്കും ഈ അക്വേറിയത്തിനകത്തുള്ള വെള്ളവും. ഈ വെള്ളമൊക്കെ കൊണ്ട് അടിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എത്ര ലിറ്റർ വെള്ളമായിരിക്കും അല്ലേ? 10 മില്യൺ അല്ല, 10 മില്യൺ കണക്കാണെങ്കിൽ പോലും അതിന് മേളിലുപരി ആയിരിക്കും ഇതിൻ്റെ വെള്ളം. ഇതിനകത്തിൽ ഒത്തിരി അധികം ഫൈൻഡിങ് നീമോ എന്ന സിനിമ അല്ലെങ്കിൽ കാർട്ടൂൺ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇതിനകത്തിൽ ആ മീനുണ്ട്. ഫൈൻഡിങ് നീമോ എന്ന് പറയുന്നൊരു കാർട്ടൂൺ മീനുണ്ട്. ഇത് ജെല്ലി ഫിഷിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഇപ്പോൾ കളറ് മാറുമ്പോൾ നമുക്ക് വേറൊരു കളറിൽ ഇതിനെ ഡിസൈനിൽ കാണാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു അതിനകത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കളർ ഡിഫറൻസ്, അല്ലെങ്കിൽ കളർ വേറെ വേറെ ആയിട്ട് മാറി ബ്ലൂ റെഡ് അങ്ങനൊരു കോംബോയിൽ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഫ്രണ്ടിലോട്ടും ഉണ്ട് ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം കൂടുതലൊന്നും ഈ മേൽഭാഗത്തായിട്ട് കാണാനായിട്ടില്ല. ഈ ഫിഷിൻ്റെയൊക്കെ ഏരിയയാണ് കൂടുതലും ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കളേഴ്സൊക്കെ കാരണമാണ് അത് നമുക്ക് എടുത്തെടുത്തറിയുന്നത്. കണ്ടോ, അത് ഗ്രീൻ ഇവിടെ ഉണ്ട്. നമുക്കിപ്പോൾ ഇതൊക്കെ ഇനിയും തിരിച്ചു പോകാം. ഇനിയും താഴെ അണ്ടർ വാട്ടർ സൂവിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് കണ്ടിട്ട് അതിൻ്റെ വീഡിയോ ആഡ് ചെയ്യാം. അണ്ടർ വാട്ടർ സൂവിലേക്ക് ഇനിയും നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിനിയും നേരെ പുറത്തിറങ്ങിയിട്ട് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് അവിടുന്ന് വേണം കയറി വരാൻ. പക്ഷേ മുകളിൽ നിന്ന് താഴ്ന്ന് എവിടുന്ന് ടിക്കറ്റ് എടുത്താലും ആ സെയിം ടിക്കറ്റ് കാണിച്ചാൽ മതി. ഞാൻ പോകുന്ന വഴിക്ക് എല്ലാ ഫ്ലോറിലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കി കേട്ടോ. ഇവിടെ എല്ലാം ഗ്ലാസ്സിൽ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ, നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു സൈഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അക്വേറിയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തിൽ സ്ട്രിംഗ് റേസും ഷാർക്കും ഒക്കെ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാനില്ല. ചെറിയ ചെറിയ മീനുകളും ഒക്കെ പോകുന്നത് നമുക്ക് നല്ലൊരു വ്യൂ അവർ ആ ഒരു സൈഡിൽ അവർ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ടിക്കറ്റ് എടുത്ത് കാണാൻ ആഗ്രഹമില്ലാത്തവർക്ക് പോലും പുറത്ത് ഇതിൻ്റെ കാഴ്ചകൾ കണ്ട് പോകാനായിട്ട് പറ്റും. ഇതാണ് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതിനകത്ത് ആളുകൾ സ്വിം ചെയ്യുന്നുണ്ട്. ഷാർക്കിനെയൊക്കെ നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാം. പിന്നെ വലിയ വലിയ ഫിഷുകളെ കാണാം. വലിയ കല്ലുകളൊക്കെ കൊണ്ട് നിർത്തി ഒരു കടലിൻ്റെ ആ ഒരു ഫീല് എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് ഷാർക്കൊക്കെ കണ്ടു പോകുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ചുറ്റും നടന്ന് കാണുമ്പോൾ തന്നെ ഞാൻ എൻ്റെ നടത്തത്തിൻ്റെ സ്പീഡ് കൊണ്ടാണെന്ന് തോന്നും. വലിയ വലിയ ഗൗരവ മീനുകളും വലിയ ഷാർക്കുകളും ഒക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഓരോ സൈഡിലും നമുക്ക് ഫ്രണ്ടിൽ ചെന്ന് കയറുന്നിടം വരെയും നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് തന്നെയാണ്. ഒത്തിരി ആളുകൾ ടിക്കറ്റ് എടുക്കാതെ പുറത്തു നിന്ന് ഇതിൻ്റെ കാഴ്ചകൾ കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അകത്ത് ഡൈവ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാം. ഇതുവഴിയാണ് അതിൻ്റെ എൻട്രി ഉള്ളത്. ഇവിടുത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മളൊരു പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിൽക്കുന്ന ഫോട്ടോ എടുപ്പിച്ചിട്ട് നമ്മളെ അകത്ത് ചെന്ന ഒരു കൂപ്പൺ തരും. ആ കൂപ്പൺ കൊണ്ട് കൊടുത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുത്തേക്കുന്ന ഫോട്ടോ കിട്ടും കേട്ടോ. അക്വേറിയം ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുള്ളൊരു ഫോട്ടോ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് മിക്ക അക്വേറിയത്തിലും ഇവർ ചെയ്യുന്നതാണ്. ഇത് കണ്ടോ, കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് കാണാം. ഇതിനകത്തിൽ എന്ത് വിശ്വസിച്ചാണ് ആളുകൾ ഡൈവ് ചെയ്തതെന്ന് അറിയത്തില്ല. കാരണം അതുപോലെ നല്ല വലിയ ഷാർക്കുകളാണ് ഉള്ളത്. ഈ ഒരു അക്രിലിക് ഫോം ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളവിടെ ഉണ്ട്, ഒരു മെർമെയ്ഡ് രൂപത്തിൽ വേഷം ധരിച്ച ഒരു ലേഡി
അകത്ത് ഇതിന് തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഞാനത് വീഡിയോയിൽ ഇപ്പോൾ കാണിക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ മതി കേട്ടോ. അകത്ത് കുഞ്ഞുങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അടുത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആ മെർമെയ്ഡിനെ കണ്ട ഒരു വ്യൂ. അവർക്കൊക്കെ അവർലി പേയ്മെൻ്റ് ആയിരിക്കും കേട്ടോ ഈ വെള്ളത്തിൽ കിടന്ന് ഈ ചാട്ടമൊക്കെ കാണിക്കുന്നതിന്. എനിക്ക് തോന്നുന്നു ആ ഡൈവ് ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു ലേഡി തൊട്ട് റൈറ്റിൽ നിന്നല്ലോ, അത് ആ മെർമെയ്ഡ് അവരുടെ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി പുള്ളിക്കാരൻ അങ്ങനെ പുള്ളിക്കാരി അങ്ങനെ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതിന് മുകളിൽ കണ്ടിരിക്കുന്ന അതുവഴിയാന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് നടന്നു പോകാനൊക്കെ പറ്റുന്നൊരു ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒത്തിരിയധികം അഗ്രസീവായിട്ടുള്ള ടൈപ്പ് രീതികളിലൊന്നുമല്ല. എന്നിരുന്നാൽ തന്നെ നല്ല കാം ആൻഡ് കൂൾ രീതിയിൽ തന്നെ നമ്മളെ തൊട്ട് തഴുകി പോകുന്ന മീനുകളെ നമുക്ക് കാണാനായിട്ട് ഇവിടെ ഓരോ ആളുകളും എല്ലായിടത്തും ഉണ്ട്. ഒരു ബാനർ വെള്ളത്തിൽ കൂടെ 2 പേര് നീന്തി പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണിക്കുന്ന ഓഫേഴ്സൊക്കെ ചിലപ്പോൾ ഇതിനകത്തിൽ കൂടെ അവർ ഡൈവ് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് കാണിക്കും കേട്ടോ. ഇതിന് പ്രത്യേക പേരുകളുണ്ട്. ആ പേരുകൾ അവരിങ്ങനെ പറയുന്നത് കേട്ടു. അത് എനിക്കങ്ങോട്ട് ക്ലിയർ ആയില്ല. ഇത് കണ്ടോ, എനിക്ക് തോന്നുന്നു വെള്ളത്തിൽ മരം മുറിക്കാനായിട്ട് പോകുന്ന ഷാർക്കാന്ന് തോന്നുന്നു. നല്ല അടിപൊളി ക്രിയേഷനൊക്കെയാണ്. പക്ഷേ നമുക്കിപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ ഫുഡ് കഴിക്കും, എങ്ങനെയായിരിക്കും ഇതിൻ്റെ ആഹാരക്രമങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു നമുക്ക് സംശയങ്ങളാണ്. നമുക്ക് പക്ഷേ ഈ അണ്ടർ വാട്ടർ സൂയിൽ അധികമൊന്നും ഇങ്ങനെ കണ്ടുപോകാനായിട്ടുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. അല്ലാതെ കൂടുതലും അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യാനോ ഒന്ന് അടുത്തറിയാനോ ഉള്ളൊരു സൗകര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ നിന്ന് കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് നമുക്ക് വേണമെങ്കിൽ പോകാം എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്കുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നു. പക്ഷേ ആ ഫ്രണ്ടിൽ കൂടെ കയറിയിട്ട് നമ്മൾ പിന്നെയും ഔട്ട് വന്നിട്ടാണ് സൈഡിലേക്ക് പോയി ഈ ഒരു ഗ്ലാസ് ഫോമാറ്റിലുള്ള ഇതിനെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, പുറത്തുനിന്ന് എടുക്കുന്ന ഫോട്ടോ ഒരു കാർഡ് ഈ ഒരു കൗണ്ടറിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കൊടുക്കണമെന്ന് തോന്നുന്നു. പക്ഷേ ഞാനതൊന്നും എടുത്തില്ല. ഞാൻ അവിടുത്തെ ജസ്റ്റ് വെച്ചിരിക്കുന്ന ഫോട്ടോസ് എല്ലാം കണ്ടിട്ട് ഞാനിങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ എടുക്കണം. ബൈ ബൈ.